പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് യുവതീയുവാക്കന്മാരുണ്ട്, കുടുംബങ്ങളുണ്ട്, രോഗികളായ ദൈവമക്കളുണ്ട്, വളരെ ആവശ്യങ്ങളിരിക്കുന്നവരുണ്ട്. ഇന്ന് കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കും. കഴിഞ്ഞ നാളുകളിൽ ബഹുമാനപ്പെട്ട ബിനോയ് കരിമരുതങ്ങളച്ചൻ്റെ ശക്തമായ ശുശ്രൂഷകളും വചനപ്രഘോഷണങ്ങളെല്ലാം ഒരുപാട് പേരുടെ ഹൃദയങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഈ ദിവസങ്ങൾ ഒരു കൂട്ടായ്മയുടെ ശുശ്രൂഷയാണ്. എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞാനും വരുന്നുണ്ട്. നിങ്ങൾ ചിലർക്കൊരു ചിന്തയുണ്ട്, ഇനി അച്ഛൻ ഇത് വരില്ലേ, അങ്ങനെയൊന്നുമില്ല. സമയം കിട്ടുന്നതനുസരിച്ച് കുറേശ്ശെയായിട്ട് ഞാനും ഉണ്ടായിരിക്കും. ബാക്കി ബിനോയിച്ചൻ്റെ സഹായം ഒത്തിരി വലിയ ഹെൽപ്പാണ്. അച്ഛനുകളുടെ ഉള്ളത് കൊണ്ടാണ് അഭിഷേക ശുശ്രൂഷ നമുക്ക് മുടങ്ങാതെ പോകാൻ കർത്താവ് ഇടവരുത്തിയിട്ടുള്ളത്. അതുപോലെ സാംസണച്ചനും മറ്റച്ഛന്മാരുടെ എല്ലാ പ്രാർത്ഥനകളുണ്ട്. ഒരുപാട് പേര്, ലക്ഷക്കണക്കിന് ആളുകൾ ഉപവാസം എടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ എല്ലാ അനുഗ്രഹം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിലേക്ക് ഒരു അഭിഷേകമായി രൂപാന്തരപ്പെടും. ഇപ്പം നമുക്ക് കുറച്ചു നേരം പ്രാർത്ഥിച്ച് വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ സഹായം എനിക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവേ, എന്നെ സഹായിക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, കൃപ ചൊരിയണമേ, അഭിഷേകം നൽകണമേ, ഹൃദയങ്ങളെ ഉണർത്തണമേ, രോഗികളെ തൊടണമേ, ബാലിക ബാലന്മാരെ അഭിഷേകം ചെയ്യണമേ, കുടുംബങ്ങൾക്ക് വിടുതൽ നൽകണമേ. ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവേ,
വചനത്തിൻ തീക്കനലാ വീണ്ടും ജ്വലിപ്പിക്കണേ. ദൈവത്തിന്റെ ആത്മാവേ, ആത്മാവേ, അഗ്നിയിറക്കണമേ. വചനത്തിൻ തീക്കനലാ വീണ്ടും ജ്വലിപ്പിക്കണേ. വചനത്തിൻ തീക്കനലാ വചനത്തിന്റെ അഗ്നി വീണ്ടും അവിടുന്ന് തുറക്കണമേ. പരിശുദ്ധാത്മാവെ സ്പർശിക്കണമേ. അവിശ്വാസങ്ങൾ മാറട്ടെ, അന്ധകാരങ്ങൾ മാറട്ടെ, ഹൃദയഭാരങ്ങൾ മാറട്ടെ, അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. 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 ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഇനി എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ യേശുവാണ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. യേശു ഇന്ന് നമ്മുടെ ഭവനത്തിൽ വന്ന് നമ്മളോട് സംസാരിക്കുന്ന അതേ അനുഭവത്തോടെ, എളിമയോടും വലിയ ദൈവഭയത്തോടും കൂടെ കർത്താവിൻ്റെ വചനങ്ങളെ ഇപ്പോൾ നമുക്ക് ഹൃദയം തുറന്ന് സ്വീകരിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വചനങ്ങൾ. 10 കന്യകമാരുടെ ഉപമ. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശം എന്ന് പറഞ്ഞാൽ എല്ലാ വിശ്വാസികളെയും ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവരെല്ലാവരും മണവാളനെ എതിരേൽക്കാൻ വേണ്ടി പുറപ്പെട്ടവരാണ്. ആരാണ് മണവാളൻ? യേശു ക്രിസ്തു. എപ്പോഴാണ് എതിരേൽക്കുന്നത്? യേശുവിൻ്റെ 2ാം വരവെങ്കൽ. അങ്ങനെ യേശുവിൻ്റെ 2ാം വരവെങ്കിൽ യേശുവിനെ എതിരേൽക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഇപ്പോൾ വിശ്വാസികളായി അവിടുത്തെ സന്നിധിയിലായിരിക്കും നമ്മളെല്ലാവരും. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകമതികളായിരുന്നു. ഈ 10 പേരും വിശ്വാസികളാണെന്ന് നിങ്ങൾ ഓർക്കണം. അതിൽ 5 പേർ വിവേകശൂന്യകളും 5 പേർ വിവേകമതികളും. ലോകത്തിലെ മുഴുവൻ വിശ്വാസികളെ 2ആയി തിരിച്ച് വിവേകവതികളും വിവേകശൂന്യരും. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകവതികളാർത്തി വിളക്കെടുത്തപ്പോൾ പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ പലതരത്തിലുള്ള സ്വഭാവമുള്ള വിശ്വാസികളുണ്ട്. ചിലർ അവർ പറയുന്നു, ഞാൻ ഞാൻ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ കൊന്ത ചെല്ലുന്നുണ്ട്, പക്ഷേ വചനത്തെ സ്നേഹിക്കുന്നില്ല, വചനം അനുസരിക്കുന്നില്ല, വചനം ലംഘിക്കുന്നു, ജീവിതത്തിൽ ഹൃദയത്തിൽ യേശുവില്ല. ലോകമാണ് ഹൃദയത്തിൻ്റെ ഉള്ളിലിരിക്കുന്നത്. ലോകത്തിലെ നേട്ടങ്ങളൊക്കെ നേടാൻ വേണ്ടി രാവ് മുതൽ വൈകുന്നേരം വരെ ചത്തു പണിയെടുക്കും. എന്നിട്ട് പക്ഷേ വിശ്വാസിയാണ് താനും. പള്ളിയിൽ പോകുന്നുണ്ട്, ഒരു റിച്വൽ ക്രിസ്ത്യൻ, എന്താ പറയണത്, ഇങ്ങനെ ഒരു ചടങ്ങ് ക്രിസ്ത്യാനി, ഒരു ചടങ്ങ് ക്രിസ്ത്യാനി. ചടങ്ങുകളെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ഹൃദയത്തിൽ യേശുവില്ല. വേറെ 5 പേരുണ്ട്, അവർ വിവേകവതികൾ. അവർ വിളക്കെടുത്തു, വിളക്കിൻ്റെ കൂടെ എണ്ണയും വേണമെന്ന് ഉറപ്പ് നിർബന്ധം ഉണ്ടായിരുന്നവരാണ്. മണവാളൻ വരാൻ താമസിക്കുകയാൽ കന്യകമാർ കിടന്നുറങ്ങി. യേശുവിൻ്റെ 2ാം വരവ് താമസിച്ചു, എല്ലാവരും മരിച്ചു. അർദ്ധരാത്രി ആയപ്പോൾ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവിൻ എന്ന് ആർപ്പുവിളിയുണ്ടായി. ഇതാ മാലാഖമാരുടെ കാഹളധ്വനികൾ മുഴങ്ങി, യേശുവിൻ്റെ 2ാം വരവിൻ്റെ വലിയ ആഹ്വാനം മുഴങ്ങി. ആ കന്യകമാരെല്ലാം ഉണർന്നു എന്ന് പറഞ്ഞാൽ ശരീരങ്ങൾ ഉയർത്തെഴുന്നേറ്റു, എല്ലാം മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേറ്റു. അപ്പോഴാണ് ഇതാ ഒരു സംഭവം. വിവേകശൂന്യകൾ പറയുകയാണ്, അയ്യോ, ഞങ്ങളുടെ വിളക്കുകൾ കത്തുന്നില്ല. വിളക്കുകളിൽ എണ്ണ കരുതാത്ത ക്രിസ്ത്യാനികൾ. യേശുക്രിസ്തു 2ാം വരവെങ്കിൽ അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് 11-ാമത്തെ വാക്യം. അവർ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അവസാനം പോയി കുറച്ച് എണ്ണയൊക്കെ ശേഖരിച്ചു. അവർ തിരിച്ച് ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹ വിരുന്നിന് അകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റ് കന്യകമാർ വന്ന്, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ഞാൻ അറിയുകയില്ല. വാതിൽ കൊട്ടിയടച്ച്, നിങ്ങളെ ഞാൻ അറിയുകയില്ല. ആ വാതിൽ കൊട്ടിയടച്ച്. കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അവർ മുട്ടിക്കൊണ്ടേയിരുന്നു. വാതിൽ അടയ്ക്കപ്പെട്ട് കഴിഞ്ഞു.
യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കാതെ ഈ ലോകത്തിൽ ക്രിസ്ത്യാനിയായി ജീവിച്ച് നശിച്ചു പോയ ആത്മാക്കളെയാണ് ഈശോ ഇവിടെ അവതരിപ്പിക്കുന്നത്. നശിച്ചു പോകാനിരിക്കുന്ന ആത്മാക്കളാണ് ഇവിടെ ഈ വിവേകരഹിതകളായ 5 കന്യകമാർ. അവർ പള്ളിയിൽ പോകുന്നുണ്ട്, അവർ സന്ധ്യാപ്രാർത്ഥന ചെയ്യുന്നുണ്ട്, പക്ഷേ യേശു ക്രിസ്തു ഹൃദയത്തിലുണ്ടോ എന്ന് അവർ പരിശോധിക്കുന്നില്ല. യേശു ക്രിസ്തുവാകുന്ന നിത്യജീവൻ്റെ എണ്ണ ഹൃദയത്തിൽ ആത്മാവിലുണ്ടോ എന്ന് അവർ ഉറപ്പാക്കുന്നില്ല. അവർ ഓടുകയാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ലോകത്തിന് വേണ്ടി ഓടുകയാണ്. എല്ലാ കാര്യത്തിലുണ്ട്. ഉദ്യോഗസ്ഥ രംഗത്തുണ്ട്, രാഷ്ട്രീയ രംഗത്തുണ്ട്, സഭാരംഗത്തുണ്ട്, ശുശ്രൂഷ രംഗത്തുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും എണ്ണ കരുതാത്ത ക്രിസ്ത്യാനികളുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 8-9 തിരുലിഖിതങ്ങൾ, ലൂക്ക് ചാപ്റ്റർ 15 വേഴ്സസ് 8 and 9. ഏത് സ്ത്രീയാണ് തനിക്ക് 10 നാണയം ഉണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത്? കണ്ടുകിട്ടുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട നാണയം തിരിച്ചു കിട്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് നാണയം ഒരെണ്ണം നഷ്ടപ്പെട്ടു. ഏതാണ് ആ നാണയം? സർവ സന്തോഷവും നഷ്ടപ്പെട്ടതിന് തുല്യമായ നാണയം. ആ നാണയം നഷ്ടപ്പെട്ടപ്പോൾ ആ സ്ത്രീയുടെ സർവ സന്തോഷവും നഷ്ടപ്പെട്ടു. ആ നാണയം തിരിച്ചു കിട്ടിയപ്പോൾ ഈ ലോകം മുഴുവൻ കിട്ടിയാൽ ഉള്ളതിനേക്കാൾ വലിയ സന്തോഷം, സകലരെയും വിളിച്ചു കൂട്ടി ആഹ്ലാദിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ആ നാണയം ആര്? ബാക്കി 9 നാണയങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ജോലി, ഒരുപാട് സമ്പത്ത്, ഒരുപാട് സ്ഥാനമാനങ്ങൾ, നല്ല ആരോഗ്യം, നല്ല കുടുംബം, നല്ല മക്കൾ, നല്ല പുണ്യപ്രവർത്തികൾ, സൽകൃത്യങ്ങൾ, ജീവിതത്തിന് ടൈം ടേബിൾ, ഡിസിപ്ലിൻ, ദാനധർമ്മങ്ങൾ, എല്ലാ തപശ്ചര്യകൾ, എല്ലാം ഒരുപാട് നാണയങ്ങൾ, 9 നാണയങ്ങളുണ്ടായിരുന്നു വേറെ. പക്ഷെ ഒരു നാണയം, ആ നാണയത്തിൻ്റെ പ്രത്യേകതയുണ്ട്. മറ്റെല്ലാ നാണയങ്ങൾക്കും വില കൊടുക്കുന്നത് ഈ ഒരു നാണയം. ആ നാണയം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ബാക്കി എന്തൊക്കെ ഉണ്ടായാലും ശരി സന്തോഷമില്ല. അതുകൊണ്ട് എന്തായാലും ആ നാണയം കിട്ടിയേ പറ്റൂ എന്ന നിർബന്ധത്തോടെ ആ സ്ത്രീ അന്വേഷണത്തിന് ഇറങ്ങുകയാണ്. ആ സ്ത്രീ കച്ച കെട്ടി ഇറങ്ങുക, എനിക്കെന്നെ നഷ്ടപ്പെട്ട നാണയം വേണം. ആ നാണയമാണ് യേശു ക്രിസ്തു. നമ്മുടെ ജീവിതത്തിലെ ബാക്കി എല്ലാ പുണ്യപ്രവൃത്തികൾക്കും, നമ്മുടെ ജീവിതത്തിലെ ബാക്കി എല്ലാ തപശ്ചര്യകൾക്കും, നമ്മുടെ ജീവിതത്തിലെ ബാക്കി എല്ലാ ശുശ്രൂഷകൾക്കും, സകലത്തിനും വില നൽകുന്ന, അർത്ഥം നൽകുന്ന ആ നാണയമാണ് യേശു ക്രിസ്തു. ജീവിതത്തിൽ യേശുവിനെ നഷ്ടപ്പെടുത്തു, യേശുവിനെ ശ്രദ്ധിക്കാതെ, യേശുവുമായി ഒരു ബന്ധമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രിയ പൈതലെ, പ്രിയ മകനെ, പ്രിയ മകളെ, ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കണം. ദൈവത്തിൻ്റെ പേര് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് സൽകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട്, നാട്ടുകാരന് പോയി പലതും ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടപ്പെട്ടവനാണ്, എല്ലാവർക്കും കണ്ണിലുണ്ണിയാണ്. എന്നാൽ യേശു ക്രിസ്തു ജീവിതത്തിലുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ ഈശോയെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണോ? ഇന്ന് ഞാൻ പരിശോധിക്കുന്നില്ലെങ്കിൽ നാളെ മണവാളൻ്റെ എതിരേൽപ്പിന് നിൽക്കുന്ന സമയത്ത് നമ്മുടെ വിളക്ക് കത്തില്ല. ഡോർ അടയ്ക്കപ്പെട്ടത്, വാതിൽ അടയ്ക്കപ്പെട്ടു, പിന്നെ മുട്ടിയാൽ തുറക്കില്ല, ഞാൻ നിങ്ങൾ അറിയുന്നില്ല, കടന്നു പോ എന്നുള്ള ഒരു ആക്രോശമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഷൗട്ടിംഗ് ആയിരിക്കും നമ്മൾ കേൾക്കാനിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഞാനും നിങ്ങളും ഈ കാര്യത്തെക്കുറിച്ച് അവധാനപൂർവ്വം ചിന്തിക്കണം. സ്വന്തം ജീവിതത്തെ പരിശോധിക്കണം, സ്വന്തം ജീവിതത്തെ വിലയിരുത്തണം. നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തു ഉണ്ടാകണമെങ്കിൽ ഒരു 5 കാര്യങ്ങൾ ബൈബിളിൽ പറയുന്നുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് പെട്ടെന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യമാണ്, ഹൃദയത്തിൽ യേശുക്രിസ്തുവിനെ അഗാധമായി സ്വീകരിക്കണം, വിശ്വസിക്കണം. റോമാലേഖനം 10-ാം അധ്യായം അതിൽ 9-ാം തിരുലിഖിതം വചനത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: ആകയാൽ യേശുക്രിസ്തു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. നമ്മുടെ എല്ലാ ചടങ്ങുകളൊക്കെ വേണം, അതൊന്നും മോശമല്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഒരു രാജകീയ പാത എൻ്റെ നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുകയാണ്. ഹൃദയത്തിൽ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുക, യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് ആരാധിക്കുക, യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് അംഗീകരിക്കുക, യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. ആ വചനത്തിൽ 2 സംഗതികൾ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഒന്ന്,
ഹൃദയം കൊണ്ട് യേശുവിനെ വിശ്വസിക്കണം. 2, അധരം കൊണ്ട് യേശുവിനെ ഏറ്റു പറയണം. അപ്പം ആദ്യത്തെ കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 1, ഹൃദയം കൊണ്ട് യേശുവിനെ വിശ്വസിക്കുക. റോമാലേഖനം 10:9 ആകയാൽ യേശു ക്രിസ്തു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും, അത് 2ാമത്തെ കാര്യമാണ്, അവിടെ നിൽക്കട്ടെ, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. നിൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞാൽ നീ സ്വീകാര്യനാണ്, നിൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. 5 കാര്യങ്ങളുണ്ട്, അതിലൊരു കാര്യമാണ് ഈ പറയുന്നത്. 1ാമത്തെ കാര്യം, യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, ഹൃദയത്തിൽ അക്സെപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുക. എൻ്റെ യേശു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് അത് നമ്മുടെ പാപങ്ങൾ വഹിക്കാൻ വേണ്ടിയാണ് വന്നതെന്നും അവൻ എൻ്റെ പാപങ്ങൾ കൂടി അവൻ്റെ ശരീരത്തിൽ വഹിച്ചുവെന്നും അവൻ കുരിശിലേക്ക് കയറി എനിക്ക് വേണ്ടി പാപപരിഹാര ബലിയായെന്നും അവൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെട്ടുവെന്നും അവൻ എൻ്റെ പാപമോചനമാണെന്നും എൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് എൻ്റെ യേശുവിനെ ഞാൻ ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യണം. 1 പത്രോസ് 3:15 1 പീറ്റർ 3:15 ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുവിൻ. ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുവിൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ നിത്യരക്ഷയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മൂലക്കല്ലാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് നമ്മുടെ ആത്മാവ് സ്വർഗത്തിൽ നിത്യജീവൻ്റെ ഉടമസ്ഥതയിലേക്ക് ഉയരുന്നത് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുകയാണ്. 2ാമത്തെ കാര്യമാണ് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുക. ഹൃദയത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങൾ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയണം. കൺഫസ് യുവർ ഫെയ്ത്ത്, കൺഫസ് യുവർ ഫെയ്ത്ത്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ കൺഫസ് ചെയ്യണം പബ്ലിക്കായിട്ട്, അല്ലെങ്കിൽ അത് ഏറ്റുപറയണം. ഹൃദയം കൊണ്ട് ഏറ്റുപറയണം, മനസ്സുകൊണ്ട് ഏറ്റുപറയണം, ജീവിതം കൊണ്ട് ഏറ്റുപറയണം, മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയണം. റോമാലേഖനം 10:9 ആദ്യ ഭാഗം ആ കാര്യമാണ് രേഖപ്പെടുന്നത്. ആകയാൽ യേശു ക്രിസ്തു കർത്താവാണ് എന്ന് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയണം. റോമാലേഖനം 10:10 ഇതിൻ്റെ ഒരു വിശദീകരണമുണ്ട്. റോമാലേഖനം 10:10 അവിടെ പറയുന്നത് എങ്ങനെയാണ്? അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന വഴി നീതീകരിക്കപ്പെടുന്നത് മാത്രമല്ല, അധരങ്ങൾ കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷ ഉറപ്പാക്കുന്നു. അവൻ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. അത് നമ്മൾ സംസാരിക്കണം, ഏറ്റുപറയണം. നമ്മൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സമയം കിട്ടുമ്പോൾ മുറിയിലിരുന്ന് ക്രൂശരൂപമൊക്കെ എടുത്തു വെച്ച്, ഈശോയെ അങ്ങ് ഈ ലോകത്തിൽ വന്നത് പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണെന്നും അങ്ങ് പാപങ്ങൾ ഏറ്റെടുത്തപ്പോൾ എൻ്റെ പാപങ്ങൾ കൂടി ഏറ്റെടുത്തുവെന്നും അങ്ങ് കുരിശിൽ മരിച്ച് എനിക്ക് വേണ്ടി കൂടിയാണ് പാപപരിഹാര ബലിയായതെന്നും അങ്ങയുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ എൻ്റെ പാപങ്ങൾ നീക്കം ചെയ്യപ്പെട്ടുവെന്നും അങ്ങയെ എൻ്റെ പാപമോചകനായി ഞാൻ ഏറ്റുപറയുന്നു, ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് യേശുവിനെ ആരാധിക്കണം. 3ാമത്തെ കാര്യമാണ് അനുതപിച്ച് കുമ്പസാരിച്ച് പാപം കഴുകിക്കളയണം. അനുതപിച്ച് കുമ്പസാരിച്ച് പാപം കഴുകിക്കളയുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോസ്തല പ്രവർത്തനം 3-ാം അതിൽ 19-ാമത്തെ തിരുലിഖിതം. നമ്മുടെ പാപങ്ങൾ നമുക്ക് കഴുകിക്കളയാൻ പറ്റും. നമ്മുടെ ഇന്ന് വരെ ജനിച്ച നാൾ തൊട്ട്, ഓർമ്മ വെച്ച നാൾ തൊട്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം വരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് ചെറുതും വലുതുമായ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ പറ്റും. ആക്ട്സ് 3:19. അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപങ്ങൾ മായ്ച്ചു കളയാൻ ഒരു വ്യക്തിക്ക് ദൈവം സാധ്യത തുറന്നു കൊടുത്തിരിക്കുകയാണ്. അതിന് ആദ്യം തന്നെ ദൈവപുത്രനായ യേശുവിനെ ആരാധിക്കണം, യേശുവിനെ ഏറ്റുപറയണം. യേശുവിനെ ആരാധിച്ച് യേശുവിനെ ഏറ്റുപറഞ്ഞ് ഇങ്ങനെ പിതാവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായ കർത്താവ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ വർഷിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ യേശുവിനെ ഏറ്റുപറയാൻ നമുക്ക് സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ യേശുവിനെ ഏറ്റുപറഞ്ഞ് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയുന്ന ഒരു വലിയ സ്വർഗീയ കൃപയാണ് അനുതാപത്തിൻ്റെ കൃപ, പശ്ചാത്താപത്തിൻ്റെ അഭിഷേകം.
പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിലുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളെയും പാപമായിട്ട് അംഗീകരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നമുക്ക് പാപങ്ങൾ വെളിപ്പെടുത്തി തരും. പാപങ്ങൾ ഏറ്റു പറയാനും പരിശുദ്ധാത്മാവ് തുറവി തരും. നേരെ ഒരു കുമ്പസാരക്കൂട്ടിലേക്ക് പോവുക. ഒരു വിശ്വാസിയാണെങ്കിൽ, ഒരു മാമോസ മുങ്ങിയ ഒരു കത്തോലിക്ക വിശ്വാസിയാണെങ്കിൽ ആ വ്യക്തിക്ക് കുമ്പസാരിക്കാൻ അവസരമുണ്ട്. അങ്ങനെ മാമോസ മുങ്ങിയ കത്തോലിക്ക വിശ്വാസിക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഏത് അവസ്ഥയിലാണ് ആ അവസ്ഥയിലും ദൈവസന്നിധി കരയുക, ദൈവസന്നിധിയിൽ വിളിച്ചപേക്ഷിക്കുക. യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ എനിക്ക് പാപക്ഷമ വേണം. ദൈവസന്നിധിയെ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റും. ഒരു വിശ്വാസിയാകുന്ന പക്ഷം നിങ്ങൾക്ക് കൂദാശപരമായി പാപമോചനം സ്വീകരിക്കാം. കുമ്പസാരക്കൂട്ടിലേക്ക് ചെല്ലണം. നമ്മളെ തന്നെ ന്യായീകരിച്ച് അവിടെ നിൽക്കരുത്. നേരെ കുമ്പസാരക്കൂട്ടിലേക്ക് പോവുക. അവിടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തരും തുറവി അനുസരിച്ച് ഒരു ജെന്യുവിൻ കൺഫെഷൻ, ഒരു ട്രൂ കൺഫെഷൻ, ഒരു തുറന്ന ഒരു ആത്മാർത്ഥ കുമ്പസാരം അവിടെ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് അനുഷ്ഠിക്കാൻ ചെയ്യാൻ സാധിക്കും. ദൈവവചനം യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 7 തൊട്ട് 9 വരെയുള്ള തിരുലേഖനങ്ങൾ, 1 John chapter 1 verses 7 to 9, അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ദൈവവചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്, നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അത് കഴുകിക്കളയണം, പാപമോചനം സ്വീകരിക്കണം. അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ എല്ലാ പാപങ്ങളിൽ നിന്നും എല്ലാ അനീതികളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കും. അപ്പോൾ പാപങ്ങൾ കഴുകിക്കളയാൻ പറ്റും. ഈ ലോകത്തിൽ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ യേശു ക്രിസ്തുവിൽ ഒന്ന് ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായി യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണം. 2 അധരങ്ങൾ കൊണ്ട് യേശുവിനെ ഏറ്റുപറയണം. യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറയണം. യേശു ക്രിസ്തുവിനെ രക്ഷിതാവും പാപമോചകനും കർത്താവുമായി ഏറ്റുപറയണം. അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയണം. 3 നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുക. 4-മത്തേതാണ് നാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കണം. രക്ഷ പ്രാപിക്കാൻ നാം നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കണം. ഇത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. റോമാലേഖനത്തിൽ 10-ാം അധ്യായം 12-ഉം 13-ഉം തിരുലിഖിതങ്ങൾ, റോമൻസ് 10:12 and 13, യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. ആ അത്യുന്നത നാമം, ആ രക്ഷാനാമം വിളിച്ചപേക്ഷിക്കുക. തൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. വാഗ്ദാനമാണത്. ഇറ്റ് ഈസ് എ പ്രോമിസ്. ഞാൻ വിളിച്ചപേക്ഷിക്കും. സമയം കിട്ടുമ്പോഴെല്ലാം ഒറ്റയ്ക്കിരുന്ന് യേശുവേ 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 യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കണം. വളരെ ശക്തമായ ഒരു പ്രാർത്ഥനയാണ് യേശു ക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു കൊണ്ടുള്ള പ്രാർത്ഥന. തൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. 2 പ്രോമിസ് വചനം നൽകുകയാണ്. 2 വാഗ്ദാനം വചനം നൽകുകയാണ്. നിത്യജീവൻ്റെ നിത്യരക്ഷയുടെ ഒരു വഴിയാണത്. യേശുവിൻ്റെ നാമം ഒരുപക്ഷെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഒരു പ്രാർത്ഥന ഒരു തിയോളജി ഒന്നും അറിയാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കും. വേണ്ട, കണ്ടമാന തിയോളജി ഒന്നും അറിയേണ്ടത് ആവശ്യമില്ല. സിമ്പിളായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ യേശുവിനെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് രക്ഷയുടെ പാതയിൽ നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കും. കുമ്പസാരത്തിലേക്കും പാപമോചനത്തിലേക്കും പരിശുദ്ധാത്മാവ് നയിക്കും. രക്ഷയിലേക്ക് മുദ്രിതമാക്കിയത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കും. 5 യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുക, പരസ്നേഹ പ്രവൃത്തികൾ ചെയ്യുക. ഇത് 2ഉം നിത്യരക്ഷയ്ക്ക് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം വിശ്വാസികളായി യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീട്ടിൽ ഇരുന്നാൽ പോരാ, പിന്നെ നമ്മൾ തപസ് ചെയ്തുകൊണ്ടിരുന്നാൽ പോരാ. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഗോ ആൻഡ് പ്രീച്ച് ദ ഗുഡ് ന്യൂസ്. പോയി പ്രഘോഷിക്കുക,
CCC 1816 കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രബോധന ഗ്രന്ഥമായ മതബോധന ഗ്രന്ഥത്തിൽ 1816 അവിടെ ഇങ്ങനെ പറയണത്, ക്രിസ്തുവിൻ്റെ ശിഷ്യൻ വിശ്വാസം കാത്തു സൂക്ഷിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ മാത്രം പോരാ, അത് ഏറ്റുപറയുകയും ഉറപ്പോടെ അതിന് സാക്ഷ്യം വഹിക്കുകയും അത് പ്രചരിപ്പിക്കുകയും കൂടി ചെയ്യണം. മനുഷ്യരുടെ മുമ്പിൽ ക്രിസ്തുവിനെ ഏറ്റുപറയാനും സഭയ്ക്ക് നിരന്തരമുണ്ടാകുന്ന പീഡനങ്ങളുടെ മധ്യേ കുരിശിൻ്റെ പാതയിൽ അവിടുത്തെ പിന്തുടരാനും എല്ലാവരും സന്നദ്ധരായിരിക്കണം. വിശ്വാസത്തിൻ്റെ ശുശ്രൂഷയും വിശ്വാസ സാക്ഷ്യവും രക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. വിശ്വാസത്തിൻ്റെ ശുശ്രൂഷയും വിശ്വാസത്തിൻ്റെ സാക്ഷ്യവും രക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അത്യന്താപേക്ഷിതം എന്താ അർത്ഥം? ഉദാഹരണത്തിന് നമ്മൾ കുറച്ച് ഒരു ബിരിയാണി കഴിക്കുന്നു, അത് ജീവൻ നിലനിർത്താൻ അത്യന്താപേക്ഷിതമല്ല. എന്നാൽ ഓക്സിജൻ ജീവൻ നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ്. അതുപോലെ വചനം പ്രഘോഷിക്കുക, യേശുവിനെ പ്രഘോഷിക്കുക, യേശുവിനെ മറ്റുള്ളവർ പറയുക സ്വന്തം ആത്മരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുകയാണ്. അത് വൈദികർ മാത്രം ചെയ്യണമെന്നല്ല, എല്ലാ വിശ്വാസികളും. ഇത് ചെയ്യാത്ത ദൈവമക്കൾ എണ്ണ കരുതാത്ത 5 വിവേകരഹിതരായ കന്യകകളെ പോലെയാണ്, നിത്യജീവൻ അപകടത്തിലാണ്. അതുപോലെ തന്നെയാണ് യേശുവിനെ പ്രഘോഷിച്ചാൽ മാത്രം പോരാ, പരസ്നേഹ പ്രവർത്തികളും ചെയ്യണം. ജീവിതത്തിൻ്റെ സ്വഭാവമായിരിക്കണം സ്നേഹപ്രവർത്തികൾ. യേശു പറഞ്ഞു, ഈ ചെറിയവൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഈ സമയം പ്രിയ ദൈവമക്കളെ, നമുക്ക് പരിശുദ്ധ കുർബാന ആരാധന വെച്ച് ആത്മാർത്ഥമായി നിത്യജീവൻ്റെ കർത്താവിനെ സ്വന്തമാക്കാൻ വേണ്ടി ആഗ്രഹിക്കാം. 1 യോഹന്നാൻ 5-ാം അധ്യായം 12-ാം വാക്യം വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: പുത്രനെ സ്വന്തമാക്കിയവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു. പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. വിളക്കിൽ എണ്ണയില്ലാത്ത വിവേകരഹിതമായ 5 കന്യകകൾ തന്നെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, 1 കൊറിന്തോസ് 12-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതം, പരിശുദ്ധാത്മാവ് മുഖാന്തരമല്ലാതെ ആർക്കും യേശുവിനെ കർത്താവ് എന്ന് വിളിക്കാൻ കഴിയുകയില്ല. ഈ സമയം പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മുടെ മേലുണ്ടാകണം. ഈശോയുടെ കൃപ നമ്മുടെ മേലുണ്ടാകണം. നിത്യജീവൻ്റെ കർത്താവിനെ സ്വന്തമാക്കാനൊരാഗ്രഹം, ഒരു ദാഹം, അധമ്യമായൊരു ദാഹം, ഉത്കടമായൊരു അഭിവാഞ്ച നമ്മുടെ ഹൃദയത്തിൽ അങ്കുരിക്കട്ടെ. എനിക്ക് യേശുവിനെ വേണം. യേശുവിനെ ഹൃദയത്തിൽ കർത്താവായി പൂജിക്കുന്നൊരു ജീവിതം വേണം. മുട്ടുമേൽ നിന്ന് 2 കരങ്ങൾ ഉയർത്തി ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ, ഈശോയെ, അങ്ങയുടെ കൃപ, നിത്യജീവൻ്റെ കൃപ അങ്ങ് എനിക്ക് നൽകണമേ കർത്താവേ, എന്നെ തള്ളിക്കളയരുത് കർത്താവേ. കരങ്ങൾ ഉയർത്തി എളിമപ്പെട്ട് ഉറക്കെ സ്തുതിക്കാം. നിത്യജീവന് വേണ്ടി, പാലിന് വേണ്ടി ഇളം പൈതങ്ങൾ എന്നതുപോലെ ദാഹിക്കാം നമുക്ക്. ഓ ദൈവമേ, കരുണ തോന്നണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഓ ഈശോയെ, 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 കൃപ തൂകണേ ഈശോയെ, കൃപ തൂകണേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിച്ച് അപേക്ഷിക്കുന്നു, യേശുവേ, കൃപ തൂകണേ ഈശോയെ, കൃപ തൂകണേ ഈശോയെ, കൃപ തൂകണേ, കൃപ തൂകണേ. ആരാധിക്കാം ഈ ജീവിതം തന്നതിനായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാം എനിക്കായുസു നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ, എത്ര കാലം നിന്നെ പുകഴ്ത്തിയാലും മതി തീരുമോ, എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ,